ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പോർക്ക് റെസിപ്പി ആട്ടോ. ചില്ലി പെപ്പർ പോർക്ക് ആണ്. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് താനോ കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ ഒന്ന് ഷെയർ ചെയ്തോളൂ, എല്ലാവരും ഒന്ന് കാണുകയും ചെയ്യാലോ. അതിനായിട്ട് ഞാനൊരു 2 കിലോ പോർക്ക് അത്യാവശ്യം വലിയ പീസായിട്ട് മുറിച്ച് വെച്ചേക്കുവാണ്. സ്കിന്നുള്ളത് തന്നെ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ ക്യൂബായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2-3 സ്പൂൺ അത്യാവശ്യം പുളിയുള്ള തൈര് ഒന്ന് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, തൈര് ചേർത്ത് കഴിഞ്ഞ് പോർക്കിന് ഒരു ചെറിയൊരു ചിലപ്പോൾ ഉള്ളൊരു ഒരു സ്മെല്ലുണ്ട്, അത് മാറിക്കിട്ടും. അതിനായിട്ട് അപ്പം ഞാൻ തൈര് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കുവാണേ. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് കഴുകി വാരിയെടുക്കാം. നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് റിൻസ് ചെയ്ത് നല്ല പാകമായിട്ട് കിട്ടും. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 2 സ്പൂണ് വിനെഗറും 1 സ്പൂണ് കുക്കിംഗ് ഓയിലും കൂടെ ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിലോട്ട് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് ഈ ഇട്ടേക്കുന്ന മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി പിടിപ്പിച്ചുകൊണ്ട് നമുക്കൊരു 1/2 മണിക്കൂർ വെക്കാൻ കേട്ടോ. ഞാനൊരു 1/2 മണിക്കൂർ വെക്കുന്ന അത്യാവശ്യം ഇതെല്ലാം കൊണ്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞാനൊന്ന് ഗ്രില്ല് ചെയ്യുവാണേ. അപ്പോൾ ഓവനിൽ ഒരു 195 ഡിഗ്രിയിൽ ഒന്ന് അങ്ങോട്ട് ഗ്രില്ല് ചെയ്ത് 45 മിനിറ്റ്സ് കൊണ്ട് സംഭവം റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ട്രേയിലോട്ട് ഞാൻ ആ പീസെല്ലാം എടുത്ത് വെച്ചു. ഇടയ്ക്കൊന്ന് മറിച്ചു വിട്ട് കൊടുത്തു. ഒരു 45 മിനിറ്റ്സ് എനിക്ക് സംഭവം നല്ല ഉഷാറായി സംഭവം റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ പോർക്ക് ഇച്ചിരൂടെ അങ്ങനെ ഒരുപാട് മൂത്തതല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. ഒരു 45 മിനിറ്റ് കൊണ്ട് സംഭവം നല്ല പാകമായി നല്ല ഫ്രൈ ഗ്രില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലുള്ള സ്പൈസ് റെഡി ആക്കണം കേട്ടോ. നോക്കിക്കേ, ഈ പോർക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നോക്കിക്കേ, നല്ല നല്ല കളറും ഉണ്ട്. ഒരു പാൻ അടുപ്പേ വെച്ചു. അതിലോട്ട് ഞാനൊരു 2 ഇടത്തരം സവോള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു 2 ക്യാപ്സിക്കം റെഡ് കളറാണ് എടുത്തേക്കുന്നത്, നന്നായി അതും ചെറുതായിട്ട് മുറിച്ചു. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ എണ്ണയിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ടൊരു കുറച്ച് കറിവേപ്പിലോട്ട് ചേർക്കുക കേട്ടോ. കറിവേപ്പിലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ ഒരു 2 സ്പൂണിടത്തോളം ടൊമാറ്റോ സോസും കൂടെ അങ്ങ് ചേർക്കുവാണ് കേട്ടോ. പിന്നെ 1 സ്പൂണ് സോയാ സോസും 1/2 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ഒന്ന് കോംപ്രമൈസ് ആവാനാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ആ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റാട്ടോ. അതിലോട്ട് 1 സ്പൂണ് ക്രഷ്ഡ് ചില്ലിയും ചേർക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് നമുക്ക് വലിയ എരിവൊന്നുമില്ല. അപ്പോൾ ക്രഷ്ഡ് ചില്ലിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. അപ്പോൾ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പോർക്ക് ഗ്രില്ല് ചെയ്തില്ലേ, അതിൻ്റെ ആ സ്റ്റോക്ക് ഇങ്ങോട്ട് എടുത്ത് ഞാൻ അതും കൂടെ ഈ സ്പൈസിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല, നമ്മൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്കും കൂടെ ചേർത്ത് ഈ മസാല നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു. അതിലോട്ട് നമ്മൾ ആ ഗ്രില്ല് ചെയ്ത് പോർക്ക് അങ്ങ് ചേർക്കാം കേട്ടോ. നോക്കിക്കേ, അതങ്ങ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം അതിൽ ആ മസാല എല്ലാം ഒന്ന് പിടിക്കാനും, ഇപ്പം നമ്മൾ പോർക്കിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, ആ ഉപ്പും കൂടെ അങ്ങ് ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റ് ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇളക്കിയിട്ടു. എനിക്ക് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല കളറും നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഒരു വേറൊരു ഫ്ലേവറാണ് താനും. നമ്മൾ ഒരുപാട് വലിയ മസാല ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല നല്ല ടേസ്റ്റും ആണ് താനും ഈ സംഭവത്തിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ. അപ്പോൾ ദേ ഇപ്പം 10 മിനിറ്റ് ആയി. നമ്മൾ 10-20 മിനിറ്റ് ടോട്ടൽ ഒന്ന് മസാലയിൽ ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തു. നല്ല അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. റൈസിന്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബൈ ഫോർ നൗ.